സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുവി, ഇപ്പോൾ കലക്ടർ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അപ്പം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തീ നിയന്ത്രണ വിധേയമായിട്ടില്ല, പലയിടങ്ങളിൽ നിന്നും പുക ഉയരുന്നുണ്ട് എന്നുള്ള കാര്യം. മറ്റൊന്ന്, ഈ മാലിന്യം നീക്കൽ അതെപ്പോഴാരംഭിക്കും എന്ന കാര്യത്തിൽ കൃത്യമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? കലക്ടറുടെ ഭാഗത്തുനിന്ന് വിവരങ്ങൾ. ധന്യ, കൊച്ചി നഗരത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് അത് പുനരാരംഭിക്കുന്നതിന് വേണ്ടി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ തന്നെ ഇത് പുനരാരംഭിക്കാൻ ശ്രമിക്കും എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. കാരണം ബ്രഹ്മപുരത്ത് തീയില്ലാത്ത ഭാഗങ്ങളിലേക്ക് ഈ മാലിന്യ വണ്ടികൾ എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. കാരണം ഈ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യത്തിൽ ഫയർഫോഴ്സ് വാഹനങ്ങൾക്കൊപ്പം മറ്റ് മാലിന്യ വണ്ടികൾ കൂടെ വന്നാൽ അത് ഗതാഗത തടസ്സം ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് മാലിന്യ നീക്കം നിർത്തിവെക്കാൻ താൽക്കാലികമായി പറഞ്ഞിരിക്കുന്നത്. അതിന് ഇപ്പോൾ ഒരു പരിഹാരമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ വേണ്ടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം കൂടുതൽ ഫയർ എഞ്ചിനുകൾ ഇവിടേക്ക് എത്തിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 20 ഫയർ എഞ്ചിനുകളും നേവിയുടെ ഫയർ എഞ്ചിനുകൾ അതുപോലെ BPCLന്റെ ഫയർ എഞ്ചിനുകളും മറ്റും ഉപയോഗിച്ചാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. 6 സെക്ടറുകളായി തിരിച്ചാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിനു പുറമെ 20 ഫയർ എഞ്ചിനുകൾക്ക് പുറമെ മറ്റ് ഇടങ്ങളിൽ നിന്ന് കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ ബ്രഹ്മപുരത്തിന് സമീപത്തെ പുഴയാണ്. ആ പുഴയിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് വഴി പമ്പ് ഉപയോഗിച്ച് വെള്ളം എത്തിക്കാൻ വേണ്ടി വലിയ മോട്ടോർ ആലപ്പുഴയിൽ നിന്ന്, അതായത് പ്രളയകാലത്തൊക്കെ ഉപയോഗിച്ചതുപോലെയുള്ള മോട്ടോർ എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്, ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിൽ ഇല്ല എങ്കിൽ കൂടിയും നാളെ ഞായറാഴ്ച ആയതുകൊണ്ടും ബ്രഹ്മപുരത്ത് ആളുകൾ കഴിയുന്നതും പുറത്തിറങ്ങരുത് എന്നാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ഥാപനങ്ങൾ കഴിയുന്നതും പ്രവർത്തിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ എത്തിക്കാൻ ആശുപത്രി സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു ഓക്സിജൻ കിയോസ്ക് ബ്രഹ്മപുരത്ത് തയ്യാറാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. ഒപ്പം തന്നെ തീ നാളെ വൈകിട്ടത്തോടുകൂടി മാത്രമേ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ എന്നും ജില്ലാ കളക്ടർ പറയുന്നു. ധന്യ. തൃശൂർ കുട്ടനെല്ലൂരിൽ കാർ ഷോറൂമിൽ വൻ തീപിടുത്തം. 3 ആഡംബര വാഹനങ്ങൾ കത്തിനശിച്ചു. 3 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. കാർ ഷോറൂമിലും സർവീസ് സെന്ററിലും ഉണ്ടായിരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് നീക്കി. ഇരുനില കെട്ടിടം പൂർണ്ണമായും കത്തിയമർന്നു. തൃശൂർ ജില്ലയിലെ 8 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. ഷോറൂമിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നില്ലെന്ന് ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ പറഞ്ഞു. വണ്ടിയുടെ എത്ര പോവാ? ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.